ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ സെൻ എടുത്തിട്ട് ഏകദേശം 1 ഇയർ ആകാൻ പോകുന്നതാണ്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ വരുത്തിയ ചേഞ്ചസ് എന്താണെന്ന് പറഞ്ഞുതരാം ഒന്ന് ബ്രീഫായിട്ട്. സെന്ന് ഫുള്ളി റീസ്റ്റോർ ചെയ്തതാണ്. തുരുമ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത്, വണ്ടി സ്ക്രാപ്പായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്തതാണ്. ഔട്ട് സൈഡ് വരുത്തിയ ചേഞ്ചസ് നോക്കുമ്പോൾ നമ്മൾ 15 ഇഞ്ചസിൻ്റെ VR റേസിംഗ് 6.5J അലോയ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ലോ പ്രൊഫൈൽ ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിൽ ഫുള്ളി മെറ്റൽ സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട് വിത്ത് സ്പ്ലിറ്റേഴ്സ്. അപ്പോൾ അതിന് പെയറായിട്ടുള്ള ബാക്കിൽ സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് സൈഡ് വെച്ച് നോക്കുമ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് സൈഡ് വെച്ച് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള HJGയുടെ ഒരു ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. 3 പീസ് വരുന്നത്, അതിൽ വൈറ്റും യെലോവും വരുന്ന മോഡൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് ചെയ്ത് ബമ്പർ ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡ് ലൈറ്റിൻ്റെ പവർ കൂട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല LED കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ പെട്രോളിൻ്റെ ക്യാപ്പ് ഫോർജ്ഡ് കാർബൺ റാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുറത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റൽ സ്റ്റിയറിംഗ് മോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാച്ചിങ് വരെ ക്രിസ്റ്റൽ ഗിയർ നോവും കൊടുത്തിട്ടുണ്ട്. RPM മീറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, അലോയ് സ്റ്റൈലിലുള്ള ഒരു ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ പാനൽസ് മൊത്തം ഡിപ്പ് ചെയ്തിട്ടുണ്ട്. കാർബൺ ഫൈബർ ഡിപ്പാണ്, ഒറിജിനൽ ഡിപ്പാണ്. അതുപോലെ തന്നെ AC വെൻറ്റ്, മീറ്ററിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ ഫുള്ള് ഡിപ്പിംഗ് ആണ്. അതേപോലെ നമ്മുടെ ഈ ഡോർ ഓപ്പണിങ്ങിൻ്റെ ഒരു കവർ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സീറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമായിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ സെന്നിൻ്റെ സീറ്റല്ല, കുറച്ചും കൂടി വലിയ സീറ്റ് എടുത്തിട്ട് കുഷൻ മാറ്റി അടിച്ചതാണ്. ഇനി പെൻഡിങ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് പിന്നെ ഒന്ന് ഫ്ലോറിങ്, ഒന്ന് ഈ ടോപ്പ് പോർഷൻ ഫുള്ള് ബ്ലാക്ക് ചെയ്യാനുള്ള റെക്സിന് വെച്ച് ബ്ലാക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ഫിനിഷ് ആവും. പിന്നെ വാൾവട്രോണിക്സ് എക്സോസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് ഫോഗിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് വരുന്നത്. ഇൻറ്റൻസിറ്റി നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഉണ്ട്. ഇത് വെറും സിംഗിൾ മാത്രമാണ്. രണ്ട് സൈഡിലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഹെഡ്ലൈറ്റിനേക്കാളും താഴെയുണ്ട് ഈ ഒരു മിനി ഫോഗിന്.